ഹൈജാക്കിങ് നടക്കുകയാണ്. എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ല. ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് പറയും. അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിന്റെ തെളിവുകളും ഞാൻ ഹാജരാക്കി. മറുപടി പറയാൻ വാചകം ഉണ്ടായിരുന്നു. മറുപടി പറയാൻ ഒന്നിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടാണ്. ഇപ്പൊ ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറുടെ ചുമതലയുള്ള യഥാർത്ഥ ഡയറക്ടറല്ല, ബാർ ഉടമകളുടെ യോഗം വിളിച്ചിട്ട് ടോപ്പിക്കാണ് എന്താണ് അബ്കാരി പോളിസി റിവ്യൂ. അത് നടത്താൻ ടൂറിസം വകുപ്പിന് എന്താ അവകാശം? ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുവാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു വാചകം, അൺനെസസറി ഹേസ്റ്റ്. എല്ലാ അഴിമതികൾക്കും പുറകിലുള്ള ഒരു വാക്കാണ്. അതായത് അനാവശ്യമായ ധൃതി. ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ആവേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം വകുപ്പാണ്. പിന്നെ ആ ഉദ്യോഗസ്ഥരെ കൊണ്ടുകൂടി നോണ പറയിപ്പിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ കൊണ്ടല്ലോ, ടൂറിസം മന്ത്രിയുടെ ആഫീസിൽ നിന്നാണ് ഈ ടൂറിസം ഡയറക്ടറുടെ പേരിലുള്ള പത്രക്കുറിപ്പ് ഇറങ്ങിയത്. മന്ത്രിയുടെ ഓഫീസാണ് മന്ത്രി പറഞ്ഞാൽ പോരെ, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ്. കാരണം അവിടെ തീരുമാനിക്കുകയാണ് കാര്യങ്ങളെല്ലാം. നടക്കുകയാണ്. ഒക്കെ പുറത്തു വരും കുറെ കാര്യങ്ങൾ കൂടി. അടുത്ത ദിവസങ്ങൾ നമുക്ക് കാണാം.